മൗലിദാഘോഷം ഇന്ന് കേരളത്തിലും പുറമേക്ക് കണ്ടുവരുന്നത് മൗലിദ് ചെല്ലുക എന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ റസൂലുള്ള സുന്നത്താക്കി പഠിപ്പിച്ചത് ഇമാം മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്നത് തിങ്കളാഴ്ച ദിവസത്തെ സുന്നത്ത് നോമ്പിനെ പറ്റി ചോദിച്ചപ്പോ അന്ന് ഞാൻ പ്രസവിക്കപ്പെട്ട ദിവസമാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ വിലാദത്തില് നോമ്പ് നോൽക്കുക എന്നതല്ലാതെ ഇന്നീ നടക്കുന്നത് പോലെ ഒരുപാട് ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി വഴിതടസ്സങ്ങൾ സൃഷ്ടിച്ച് റാലിയും ജനങ്ങൾക്ക് ഉപകാരം എന്നുള്ള നിലയ്ക്ക് നടത്തുന്നത് ഉപദ്രവമാകുന്ന കോലത്തിലാണ് ഇന്ന് നിങ്ങളുടെ ഈ ഒരു ജന്മദിനാഘോഷമുള്ളത്. ഇത് ഇസ്ലാം പഠിപ്പിച്ച ആശയത്തിന് എതിരാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിലിപ്പോ ഏതാ ചോദ്യം എന്ന് മനസ്സിലായിട്ടില്ല. ഒരു വിശദീകരണം പറഞ്ഞു എന്നല്ലാതെ ചോദ്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്നാൽ ഒരു കാര്യം ഏതായാലും പറയാ, മുജാഹിദുകൾക്ക് ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കൽ മാത്രമേ പ്രശ്നമുള്ളൂ. കിണറിൽ വെള്ളം കണ്ടാ സന്തോഷം പ്രകടിപ്പിക്കാം. കണ്ടില്ലേ, ഇത് 2009 മാർച്ച് 27 വിചിന്തനം. കിണറിൽ വെള്ളം കണ്ടാലുള്ള സന്തോഷ പ്രകടനം. ചോദ്യം: കിണറ്റിൽ വെള്ളം കാണുകയും വീട് നിർമ്മിക്കാൻ കഴിയുകയും ചെയ്ത സന്തോഷത്തിൽ ഒരാൾ മധുരപാനീയമോ ഭക്ഷണമോ വിതരണം ചെയ്യുന്നതിൽ വിരോധമുണ്ടോ? മറുപടി: അതെല്ലാം ഇസ്ലാം വിലക്കിയിട്ടില്ലാത്ത സന്തോഷ പ്രകടനങ്ങളിൽ ഉൾപ്പെടുത്താം. ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് കിണറുകൾ ധാരാളം കുഴിച്ചിട്ടുണ്ടല്ലോ. എന്ത് സന്തോഷ പ്രകടനമാണ് അവിടുന്ന് നടത്തിയത്? കഴിഞ്ഞില്ല. പരീക്ഷയിൽ ജയിക്കുക, ഉദ്യോഗം ലഭിക്കുക, പ്രമോഷൻ ലഭിക്കുക തുടങ്ങിയ അവസരങ്ങളിലെല്ലാം പാർട്ടി നൽകാൻ തോന്നുക മനുഷ്യ സഹജമാണ്. അതിലൊന്നും വിരോധമില്ല. ഉദ്യോഗം ലഭിച്ചപ്പോ സന്തോഷ പ്രകടനം പറ്റുമെന്നും അതിൽ വിരോധമില്ലെന്നും പറയുന്നവർ അള്ളാഹുവിന്റെ റസൂല് ജനിച്ചപ്പോ ജനിച്ചതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത് ബിദ്അത്താണെന്നും ശിർക്കാണെന്നും പറയുന്നു. ഇതിന്റെ വൈപരീത്യം എത്രത്തോളമുണ്ട്? ഇതെന്താ അറിയോ? അധിക ആൾക്കാർ മാഷുമാരായിരിക്കും. മാഷുമാർക്ക് ഇടക്കിടക്ക് പാർട്ടി ഉണ്ടാകും. ആ പാർട്ടി എങ്ങാനും ബിദ്അത്താണെന്ന് പറഞ്ഞാൽ പിന്നെ ആ മാഷിനെ അടുത്ത് സ്കൂളിലേക്ക് പോകാൻ പറ്റൂല. കാരണം ഒന്നാമത് അന്നം മുടങ്ങും, രണ്ടാമത് പിന്നെ ഇവർക്ക് ഇതിന്റെ ഉത്തരവും പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് മാഷുമാരും മുൻഷിമാരും ജീവിക്കുന്ന കാലത്തോളം അത് ബിദ്അത്താണെന്ന് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് സ്വന്തം അന്നം മുടങ്ങുമെന്ന് തോന്നിയപ്പോ അത് കുഴപ്പമില്ല. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ ജനിച്ചതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ചാൽ അത് കുഴപ്പമാണ്. എന്താ തെളിവ്? തെളിവ് ഞാൻ പറഞ്ഞല്ലോ എന്റെ വിഷയാവതരണത്തിൽ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു. ഒരു കാര്യം ഞാൻ ഏതായാലും തീർത്തു പറയാം. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരു രേഖയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? കിണറിൽ വെള്ളം കണ്ടതിന്റെ പേരിൽ പിന്നെ ആളുകൾക്ക് വഴിതടസ്സമുണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത്. ആളുകൾക്ക് വഴിതടസ്സമുണ്ടാക്കുന്നത് നബിദിന ഘോഷയാത്രകളിൽ മാത്രമല്ല, മറിച്ച് പിലാത്തറ സമ്മേളനങ്ങളിലും ചങ്ങരംകുളം സമ്മേളനത്തിലും പനമരം സമ്മേളനങ്ങളിലും തുടർന്നുണ്ടായ മുഴുവൻ സമ്മേളനങ്ങളിലും ആളുകൾക്ക് വഴിതടസ്സമുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പറ്റുമെങ്കിൽ ഇവിടെയും പറ്റും എന്ന് പറഞ്ഞാൽ മുജാഹിദുകളോട് പറയാൻ വേണ്ടി പറയുകയാ. അല്ലാതെ ജനങ്ങൾക്ക് വഴിതടസ്സമുണ്ടാക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊക്കെ അറിയുന്നതാണ്. അവർക്ക് അവിടെ കുഴപ്പമില്ല, പിന്നെ നബിദിനത്തിനാണെങ്കിൽ കുഴപ്പം. അങ്ങനെ രണ്ട് വിധി എവിടെ നിന്നാണ് കിട്ടിയത് എന്നും ഇവർ പറയേണ്ടതുണ്ട്. എല്ലാ ദിവസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതിൽ സന്തോഷിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്നാൽ മുജാഹിദുകൾ പറയുന്നതോ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്ന അവസരങ്ങൾ ഇല്ലാതാക്കണമെന്നാണ്. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, അള്ളാഹിന്റെ റസൂലിന്റെ മദ്ഹ് പറയണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നൊരു മൗലവി പ്രസംഗിച്ചു എന്ന്. അതിന്റെ നേർക്കാഴ്ച നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും. മദ്ഹ് പറയാനല്ല അള്ളാഹ് പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത്. കേട്ടോ, ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞോട് നിങ്ങളൊന്നും ഖുർആനിൽ ഒരിടത്തിലില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും നിങ്ങൾ ഈ ഇടിയങ്ങരയിൽ വെച്ച് തന്നെ ഒരു സദസ്സ് സംഘടിപ്പിക്കൂ മുജാഹിദുകളെ. വിഷയം എന്തായിരിക്കട്ടെ, ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഇല്ലാതെ മുജാഹിദ് ഉണ്ട് എന്ന് സുന്നികൾ ഡസൻ കണക്കിനായിട്ട് ഞങ്ങൾ ഓതിത്തരും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, സയ്യിദുനാ റസൂലുള്ളാഹി, ത്വാഹാ റസൂലുള്ളാഹി,
മുഴുവൻ സ്ഥലത്തും അല്ലാഹുവിന്റെ ഖുർആൻ മദ്ഹ് പറഞ്ഞ നബിതങ്ങൾ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇമാം ബുഖാരി അതിന്റെ അർത്ഥം പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയുടെ കിതാബ് തഫ്സീർ എടുത്തു നോക്ക്, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണമെന്നാണ് ഈ ആയത്ത് തന്നെ ഇമാം ബുഖാരി വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയണം എന്ന് ഖുർആനിൽ ഒരിടത്തുമില്ല എന്ന് മൗലവി പ്രസംഗിക്കണമെങ്കിൽ അയാൾ എത്ര വലിയ വിഡ്ഢിയാവണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പ്രദേശത്ത് ഇനിയും മുജാഹിദ് സുഹൃത്തുക്കൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചോദ്യത്തിന്റെ രൂപത്തിലുള്ള വ്യത്യസ്ത രൂപം നമുക്ക് ആസ്വദിക്കുന്നതിന് മുഴുവൻ മൗലവിമാരും പെട്ടെന്ന് കടന്നു വന്ന് ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് വീണ്ടും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. നമ്മൾ ചോദിച്ചിരുന്നത് തിങ്കളാഴ്ച ദിവസത്തെ സുന്നത്ത് നോമ്പിന്റെ കാരണം പറഞ്ഞത് പ്രസവിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോ ഇന്ന് നിങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കാശ് കിട്ടാനും തീറ്റി കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾ മൗലിദ് നടത്തുന്നത്, അതല്ലാതെ ഇതിൽ വലിയ തെളിവൊന്നും കാണുന്നില്ല. നിങ്ങൾ തന്നെ പറയുന്ന ഇമാം സുയൂത്തി പറയുന്നത് ഈ മൗലിദിന് യാതൊരു തെളിവുമില്ല, അത് ബിദ്അത്താണ്, അനാചാരമാണ് എന്നാണ്. അതല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു എന്ന ആയത്ത് കാണാത്ത ആളാണ് ഇമാം സുയൂത്തി എന്ന് നിങ്ങൾ പറയേണ്ടി വരും. അതല്ലെങ്കിൽ ഇമാം സുയൂത്തിയുടെ ആശയം വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് എന്ന് നിങ്ങൾ പറയേണ്ടി വരും. മറ്റൊന്ന്, ഈ റാലി നടത്തുക എന്നതിന് വഹാബികൾ ചെയ്യുന്നത് പോലൊക്കെ നിങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ ചെയ്യുന്നത് പോലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ലയിച്ചാൽ മതിയല്ലോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദീനിൽ തെളിവുണ്ടെങ്കിൽ ആ തെളിവ് പറയണം. റാലി നടത്തിയതിന് ഇസ്ലാമിക ദൃഷ്ടിയാ തെളിവുണ്ടോ ഇല്ല എന്നതാണ് ചോദ്യം. അതിന് തെളിവ് പറയണം നിങ്ങൾ. എന്താ തെളിവ്? ഓരോന്ന് ചോദിക്കുക. എന്താ സുയൂത്തി ഇമാം എന്താ പറഞ്ഞത്? സുയൂത്തി ഇമാം എന്ത് പറഞ്ഞു? അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ. അങ്ങനെ സുയൂത്തി ഇമാം പറഞ്ഞിട്ടില്ല. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസത്തി. കിതാബ് ഇങ്ങനെ കയ്യിലുണ്ടല്ലോ, പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമല്ലോ. അതാ കിതാബ് ഇങ്ങനെ കയ്യിലില്ലേ? ആ ഹദീസ്, ആ ഇബാറത്തിന്റെ ബാക്കി വായിക്കൂ. കിതാബ് തന്നാ വഹാബികൾ ഒക്കെ കട്ടുവെച്ചാണ് വായിക്കാറുള്ളത്. ഈ പറഞ്ഞ ഇബാറത്തിന്റെ ബാക്കി വായിച്ചാൽ വഹാബിസം പൊളിഞ്ഞു തൂഫാനായി പോകും. ഇങ്ങനെ കട്ടുവെച്ച് വായിക്കുക എന്നത് വഹാബിസത്തിന്റെ ഒരു പതിവാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബിദ്അത്ത് എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് പറയുവാൻ വേണ്ടി മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഗ്രന്ഥമാണ് എന്ത്? ഹുസ്നുൽ മഖ്സിദ് ഫീ അമലിൽ മൗലിദ് എന്ന ഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഭക്ഷണം നൽകുക അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യൽ സുന്നത്താണ് എന്നാണ് മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. വബയ്യന സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന ഫിഅലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദാ ഇദ്ഹാറുൻ ലിശ്ശുക്രി അലാ ഈജാദില്ലാഹി റഹ്മത്തൽ ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ശരീരത്തിന് വേണ്ടി അഖീഖ അറുത്തുകൊടുത്ത, ഒരു മൃഗത്തെ അറുത്തുകൊടുത്ത സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം സുയൂത്തി പറയുന്നു, ഇത് തന്റെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് സമുദായത്തെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൃഗത്തെ അറുത്തുകൊടുത്തത്. എന്നിട്ട് പറഞ്ഞു വഖാല സുയൂത്തി ഫയുസ്തഹബ്ബു ലനാ. അതുകൊണ്ട് സുയൂത്തി ഇമാം പറയുന്നു ഫയുസ്തഹബ്ബു ലനാ, നമുക്കും സുന്നത്താണ് ഐളൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതുപോലെ ഇൽഹാറു ശുക്രി ബി മൗലിദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതിന്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കൽ. എങ്ങനെ? വിജ്തിമാഇൻ, ഒരുമിച്ച് കൂടിക്കൊണ്ട്, റാലി നടത്തിക്കൊണ്ട്, വഇത്ആമിൻ, ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടും, വനഹ്വി ദാലിക, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, മിൻ വുജൂഹിൽ ഖുർബാത്ത്, പക്ഷെ നല്ല കാര്യങ്ങളായിരിക്കണം, വഇൽഹാറിൽ മസറാത്ത്, സന്തോഷ പ്രകടനങ്ങളായിരിക്കണം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയോ സ്ത്രീ പുരുഷന്മാർ കലരുകയോ ചെയ്യുന്ന ഹറാമായ കാര്യങ്ങൾ കൊണ്ടാവരുത് എന്ന് മാത്രമേയുള്ളൂ. മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി നബിദിനം ആഘോഷിക്കണമെന്ന് പറഞ്ഞതിന്റെ ഒരു ഭാഗം മാത്രം വായിച്ചുകൊണ്ട് കബളിപ്പിക്കുന്ന വലിയ ഒരു കബളിപ്പിക്കലാണ് നിങ്ങൾ അവിടെ കേട്ടത് എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ തിങ്കളാഴ്ച ദിവസവും റബീഉൽ അവ്വൽ 12 ഒന്നിച്ച് വന്നാൽ തിന്നാൻ കൊടുക്കണോ വേണ്ടത്, അതല്ല നോമ്പുകൾക്കാണോ വേണ്ടത്? നിങ്ങൾക്കിപ്പോ പറയും നിങ്ങൾ എന്നിട്ട് എന്നാ പറയാ അപ്പൊ തിന്നാൻ കൊടുക്കണം, കാരണം പള്ള പ്രശ്നമാണോ വലുത്. അന്ന് നോമ്പ് നോൽക്കാം, നോമ്പ് വെച്ചിട്ട് നന്നായി തിന്നും ചെയ്യാം. അതിന്റെ ഇടയ്ക്ക് ഇത് ഇവരൊരു തട്ടിപ്പാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഈ തിങ്കളാഴ്ച നോമ്പ് പറഞ്ഞിട്ട് നമ്മളെങ്ങനെ, എന്താണ് സംഭവം എന്നറിയോ? നമ്മൾ എന്തിനാ അത് തെളിവ് പറയുന്നത് അത് ആദ്യം മനസ്സിലാക്കണം. ഇവര് പറഞ്ഞു ജന്മദിനത്തിന് ഒരു ശ്രേഷ്ഠത ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. ആ വാദത്തിന്റെ മറുപടിയാണ് തിങ്കളാഴ്ച നോമ്പ്.
അതായത് തിങ്കളാഴ്ച നിങ്ങൾ നോമ്പ് നോൽക്കണം എന്നു പറയാനുള്ള കാരണം വിശദീകരിച്ചുകൊണ്ട് നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് ഞാൻ ജനിച്ച ദിവസമാണ്, അന്ന് എന്റെ ജന്മദിനമാണ്. അപ്പൊ ജന്മദിനത്തിന് ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട് എന്ന് വരുത്താനാണ് നമ്മൾ ആ തെളിവ് പറയുന്നത്. നബിദിനത്തിന്റെ അന്ന് തിന്നാനും അറവ് നടത്താനുമൊക്കെ ഞങ്ങൾക്ക് വേറെ വ്യക്തമായ തെളിവുകളുണ്ട്. നിങ്ങൾ വായിച്ചല്ലോ ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥം, അതൊന്നുകൂടി വായിക്കുക. അതിൽ പറഞ്ഞിട്ടുണ്ട്, നബിദിനാഘോഷത്തിന് തീറ്റ ഉദ്ഘാടനം ചെയ്തത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങളാണ്. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരു മൃഗത്തെ അറക്കുന്നു, വിതരണം ചെയ്യുന്നു. ഇത് നബിദിനത്തിന്റെ തെളിവാണെന്ന് ഇമാം സുയൂത്തി രേഖപ്പെടുത്തുന്നു. അപ്പൊ എന്തായി? തിങ്കളാഴ്ച നോമ്പ് നോൽക്കുകയും വേണം, ഈ ഹദീസ് അനുസരിച്ച് നന്നായി തിന്നുകയും വേണം, തിന്നുമ്പോ ഹലാലായത് തിന്നുകയും വേണം.